ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും രൂക്ഷമായ നിലയിൽ നബി തങ്ങൾ ദുആ ചെയ്തത് നമുക്ക് കാണാൻ കഴിയില്ല. അവരുടെ വീടുകളും അവരുടെ ഖബറിടങ്ങളും നീ തീ കൊണ്ട് നിറയ്ക്കണമേ എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് എന്തുകൊണ്ട്? അസർ നമസ്കാരം പെന്തിക്കാൻ, അസർ നമസ്കാരത്തിന്റെ ഒരു ശത്രു പട കടന്നു വന്ന് അതിനെതിരെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുവെങ്കിൽ അസർ എന്ന് പറയുന്ന വഖത്ത് വല്ലാത്തൊരു വഖത്താണ്, വല്ലാത്തൊരു സമയമാണ്. ഞാൻ ഈ വിഷയത്തിന്റെ ബന്ധം അവസാനം മാത്രമേ പറയുള്ളൂ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാലഘട്ടം തന്നെയാണ് സത്യം എന്ന് അള്ളാന്റെ ഖുർആൻ സത്യം ചെയ്യുമ്പോ ആ കാലഘട്ടം എന്ന് സത്യം ചെയ്യാൻ വേണ്ടി എടുത്ത പദം ഒരു വഖത്ത് നിസ്കാരത്തിന്റെ സമയത്തിന്റെ പേരാണ്. ആ നമസ്കാരമേത്? അസ്ർ നിസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ ഗൗരവം യുദ്ധത്തിന്റെ കിടങ്ങ് കീറുന്ന സമയത്ത്, യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ നമസ്കാരത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം നബിയെയും സഹാബത്തിനെയും തടഞ്ഞു വെക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് അവരുടെ ഖബറുകളും വീടുകളും തീ കൊണ്ട് നിറയ്ക്കട്ടെ, അവരുടെ വീടുകളും ഖബറുകളും തീ കൊണ്ട് അല്ലാഹു നിറച്ചു കൊടുക്കട്ടെ എന്നായിരുന്നു. ഇനി നിങ്ങൾക്ക് രസകരമായ മറ്റൊരു കഥ പറഞ്ഞു തരാം. മഹാനായ നബിയുല്ലാഹി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം അറിയുമല്ലോ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകമടക്കി ഭരിച്ച 4 ചക്രവർത്തിമാര്. 2 പേര് മുസ്ലിമീങ്ങളാണ്, 2 പേര് അമുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ 2 ചക്രവർത്തിമാരിൽ ഒരാളാണല്ലോ സോളമൻ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹം ഏതെന്നറിയോ? സുലൈമാൻ നബിയുടെ പന്തയ കുതിരകളാ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഗോഡൌണിൽ പന്തയ കുതിരകളുണ്ട്. എങ്ങനത്തെ പന്തയ കുതിരകളാണെന്നറിയോ? മനോഹരമായ പന്തയ കുതിരകളാണ്, പരിശീലനം ലഭിക്കപ്പെട്ട കുതിരകളാണ്, മേത്തരം കുതിരകളാണ്. ആ കുതിരകളുടെ പ്രത്യേകത എന്തെന്നറിയോ? 3 കാല് നിലത്തൂന്നിക്കൊണ്ട് 1 കാല് പൊക്കി വെച്ചുകൊണ്ട് തലയെടുപ്പോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ആ കുതിരകൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമായിരുന്നു. മനോഹരമായ രംഗമാണ്. ചിന്തിച്ചു നോക്കിന്റെ സഹോദരങ്ങള്, ആ കുതിരക്കൂട്ടങ്ങൾ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടുമ്പോ അതിന്റെ 3 കാലുകൾ നിലത്തൂന്നിയിട്ട് ആദ്യമേ തന്നെ 2 കാല് ആദ്യ 3 കാലുകൾ നിലത്തൂന്നിക്കൊണ്ട് 1 കാല് തലയും ഉയർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ആ കാഴ്ച ആരെയും കണ്ണഞ്ചിപ്പിക്കുന്നതാ. ആ കാഴ്ച ആരെയും മനോഹരമായി ആ കാഴ്ചയെ സംബന്ധിച്ച് മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാ. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ ഒരു വലിയ മൈതാനത്ത് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പരേഡ് സംഘടിപ്പിക്കുകയാ. ആ പരേഡിൽ തന്റെ പന്തയ കുതിരകൾ, തന്റെ പരിശീലിപ്പിക്കപ്പെട്ട മേത്തരം കുതിരകൾ, അതിനെയെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് ആ കുതിരകളെ കൊണ്ടുവന്ന് മൈതാനത്ത് നിർത്തുമ്പോ സഹോദരങ്ങളെ, സമയം പോകുന്നതറിയുന്നില്ല. എത്ര മനോഹരമാണ് കാണാൻ, എത്ര മനോഹരമാണെന്നറിയോ? അത് കാണാൻ എന്ത് രസമാണെന്നറിയോ? അത് കാണാൻ എന്ത് കൗതുകമാണെന്നറിയോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആകെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വഖത്ത് അസ്ർ എന്ന വഖത്താണ്. ആ സമയം ഇതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. പെട്ടെന്നാണ് ബോധോദയം വരുന്നത്. അല്ലാഹുവേ, നിന്നെ ഞാൻ മറന്നുപോകുന്ന നിലയിൽ ഈ ഭൗതികമായ എന്റെ മേത്തര കുതിരകൾ എന്നെ മനസ്സ് മാറ്റിക്കളഞ്ഞല്ല റബ്ബേ. അല്ലാഹുവേ, എന്ത് ചെയ്യാനാ? ആ പന്തയ കുതിരകൾ അവര് പൊടിപടലങ്ങളെ പാറിപ്പിച്ചുകൊണ്ട് പടർക്കലത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പടക്കുതിരകൾ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നേരെ മറഞ്ഞു പോകുന്ന സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന രാജാവ്, സോളമൻ ചക്രവർത്തി എന്ന രാജ്യം ഭരിച്ച രാജാവ് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, പെട്ടെന്ന് ആ കുതിരകളെ ഒന്ന് കൊണ്ടുവരുവോ? എന്തിനാണ് കുതിരകളെ കൊണ്ടുവന്നതെന്നറിയോ? അത് വിശുദ്ധമായ ഖുർആൻ സ്വാദിൽ തന്നെ അല്ലാഹു പറയുകയാ, ഇത് ഒരു
സാഫിനാത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു കാൽ ഉയർത്തി വെച്ച് തലയെടുപ്പോടെ നിൽക്കുന്നതെന്നാണ് സാഫിനാത്ത് എന്ന് പറഞ്ഞാൽ. ജിയാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പന്തയ കുതിരകളാണ്, പരിശീലനം ലഭ്യമാക്കപ്പെട്ട പന്തയ കുതിരകളാ. അങ്ങനെയുള്ള കുതിരകൾ വൈകുന്നേര സമയത്ത് മൈതാനത്ത് നിരത്തി നിർത്തുമ്പോ ഫഖാല ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി, അല്ലാഹുവേ എനിക്ക് നീ അനുവദിച്ച മനോഹരമായ ഈ കാഴ്ചയുണ്ടല്ലോ, നിന്നെ ഓർക്കുന്നതിനെ തൊട്ട് നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നതിനെ തൊട്ട് എന്നെ തെറ്റിച്ചിരിക്കുകയാണല്ലോ റബ്ബേ. എന്തു ചെയ്യാനാ? ഹത്താ തവാറത്ത് ബിൽ ഹിജാബ്, ഇതാ വറ്റകളെല്ലാം മറഞ്ഞങ്ങ് പോയിരിക്കുകയാ. സഹോദരങ്ങളെ, സുലൈമാൻ നബിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അസറിന്റെ വകിട്ടങ്ങ് മുടങ്ങിപ്പോയെന്ന് തിരിച്ചറിഞ്ഞപ്പോ സുലൈമാൻ നബി അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് റുദ്ദുഹാ അലയ്യ ഫതഫിക മസഹൻ ബിസൂഖി വൽ അഅനാഖ്. ഇവിടെ പട്ടാളക്കാരെ സൈന്യം നിരന്നു. അവരോട് പറയുകയാണ് റുദ്ദുഹാ അലയ്യ, എന്റെ പന്തയ കുതിരകളെ പെട്ടെന്ന് അവിടെ ആലയങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരിക. അങ്ങനെ കുതിരകളെ കൊണ്ടുവന്ന് സുലൈമാൻ നബിയുടെ മുമ്പിൽ നിർത്തുകയാ. ഫതഫിക മസഹൻ ബിസൂഖി വൽ അഅനാഖ്. സുലൈമാൻ നബി അലൈഹിസ്സലാം സർവ്വതിനെയും മറുത്ത് ആ മാംസപ്രദാനം ചെയ്തു എന്ന് ഖുർആനിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ, ഈ ആയത്തിനെ രണ്ട് രീതിയിലാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത്. അതിൽ രണ്ടാമത്തെ അഭിപ്രായമാണ് ഞാൻ ഈ സദസ്യരോട് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സുലൈമാൻ നബി അലൈഹിസ്സലാം മനോഹരമാകുന്ന നയന മനോഹരമാകുന്ന കണ്ണൻ ചിപ്പിക്കുന്ന കൗതുകം നൽകുന്ന മനോഹരമായ മേത്തരമ കുതിരകളുണ്ടല്ലോ, ആ കുതിരകൾ സാഫിനാത്തായ കുതിരകൾ, കാലുയർത്തി വെച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന കുതിരകൾ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മനോഹരമായ പന്തയ കുതിരകൾ, ഇതിനെയെല്ലാം തിരിച്ചു വിളിച്ച് അറുത്തുകൊണ്ട് ബലി നൽകിക്കൊണ്ട് അതിന്റെ മാംസമിതാ ദാനം ചെയ്യുകയാ. എന്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അതിന് പറഞ്ഞതെന്നറിയോ? ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി, പടച്ചവനെ നിന്നെ സ്മരിക്കുന്നതിനെ തൊട്ട് എനിക്ക് നീ അനുവദിച്ചു തന്ന നന്നായിട്ട് ഞാൻ ആസ്വദിക്കുന്നതായ എന്റെ പന്തയ കുതിരകൾ മാറുമ്പോ ഇനി എനിക്കതിനെ വേണ്ട പടച്ചവനെ, എന്നെ നിന്നെ മറപ്പിച്ച് കളഞ്ഞ ആ വസ്തുക്കളെ എനിക്ക് വേണ്ട. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ ശകലങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത് ശത്രുക്കളുടെ ഖബറുകളെ തീ കൊണ്ട് നിറയ്ക്കാനാ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മേത്തര കുതിരകളെ അസ്ർ വഖ്ത് എന്ന് പറയുന്ന മഹത്വമായ വഖ്ത് നഷ്ടമായപ്പോ അതിനെ തിരിച്ചു വിളിച്ച് ബലിയെറുത്തുകൊണ്ട് അതിന്റെ മാംസം ദാനം ചെയ്യുമാർ സുലൈമാൻ നബി അലൈഹിസ്സലാം കടപ്പെട്ടിരിക്കുന്ന നമസ്കാരമേതാ? അസ്സലാത്തുൽ വുസ്താ, അത് മധ്യമായ നമസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ സമയത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന് പരാജയത്തിന്റെ പടുകുഴിയിലാണ്. മനുഷ്യന് പരാജയത്തിന്റെ പടുകുഴിയിലാണ്. അസ്ർ നിസ്കാരത്തിന്റെ നഷ്ടം വന്നതിന്റെ പേരിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം തിരിച്ചു വിളിച്ച് പന്തയ കുതിരകളെ അറുത്തതിന്റെ മാംസത്തെ ദാനം ചെയ്തു കൊടുത്തു. തീരുന്നില്ല പ്രിയപ്പെട്ടവരെ, ഈ സമയം ഏറ്റവും മനോഹരമായ സമയമാണ്. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ട് ഈ ആയത്തിൽ ഈ അസ്ർ എന്ന് പറയുന്ന സമയത്തെ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് മനുഷ്യൻ പരാജയത്തിൽ എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. എന്താണെന്നറിയോ? എപ്പോഴാ കൂലി കൊടുക്കുന്ന ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്ന എപ്പോഴാ മക്കളെ കൂലി കൊടുക്കുന്നത്? ജോലി കഴിഞ്ഞ് വരാം. എപ്പോഴാ അത് പറ? വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് കൂലി കിട്ടുക, ആണല്ലോ? ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും ഇല്ല. ഇനി രാത്രി ജോലി ചെയ്യുന്ന ആളുകൾക്ക് രാവിലെയാണ് കൂലി കിട്ടുക. അത് വളരെ അപൂർവമായിട്ടുള്ള ജോലികളാണ്. സാധാരണ ജോലിക്കാർ ജോലിയുടെ കൂലി ലഭ്യമാകുന്നത് സർവ്വസാധാരണയായി വൈകുന്നേരങ്ങളിലാണ്. രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരം പണി തീരും. അവർക്ക് വിയർപ്പ് തുള്ളി ഉണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്നാണല്ലോ ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ആ നിയമം അനുസരിച്ച് കൂലി ലഭ്യമാകുന്ന ആളുകൾ വൈകുന്നേര സമയങ്ങളിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കുടുംബനാഥൻ, ഭർത്താവ് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ സഹോദരൻ, ആ വീടിന്റെ ഉത്തരവാദിത്വമുള്ള ആള്
രാവിലെ ഇറങ്ങിപ്പോകുന്നു ജോലിക്ക്. വൈകുന്നേരം അദ്ദേഹം തിരികെ വീട്ടിലേക്ക് വരുമ്പോ ഇയാള് ജോലിക്കൊന്നും പോയില്ല, കണ്ട കടത്തിണ്ണയിൽ പോയിരുന്ന് കൂട്ടുകാരോടൊപ്പം അവിടെ കാര്യങ്ങളും പറഞ്ഞ് ചീട്ടും കളിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ അവന്റെ ഭാര്യ, അവന്റെ മക്കള്, അവന്റെ ഉമ്മ, അവന്റെ പെങ്ങന്മാര്, അവൻ ചെലവിന് കൊടുക്കേണ്ട ബാധ്യതയുള്ള മുഴുവൻ ആളുകളും അവനെ വളഞ്ഞിട്ട് ചോദിക്കും, ഭാര്യ ചോദിക്കും, പാലിന് പൈസ എവിടെ, പാലിന് പൈസ എവിടെ? ഭാര്യ മക്കള് ചോദിക്കും, ബാപ്പാ എവിടെ, നാളെ ഫീസില്ലെങ്കിൽ ക്ലാസ്സിൽ കയറണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. സഹോദരിമാര് വന്നിട്ട് ചോദിക്കും, എവിടെ, എനിക്ക് സ്കൂളില് കൊടുക്കാനുള്ള ഫീസ് എവിടെ? വാപ്പ ചോദിക്കും, എടാ മരുന്ന് വാങ്ങാനുള്ള പൈസ എവിടെ? ഒരു കുടുംബനാഥൻ, കുടുംബത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഒരാള് രാവിലെ പണിക്ക് പോയി പണി ചെയ്യാതെ അലസനായി മടിയനായി കറങ്ങി നടന്ന് വൈകുന്നേരം അയാള് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ കുടുംബനാഥനോട് അവന്റെ അയാള് കുടുംബക്കാരെ വളഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നത്, എവിടെ പൈസ, പാലിന് പൈസ എവിടെ, ഗ്യാസിന് പൈസ എവിടെ, നാളെ മീൻ വാങ്ങാൻ പൈസ എവിടെ? ഇങ്ങനെ ചോദിച്ചിട്ട് ഓരോരുത്തരും കുറ്റപ്പെടുത്തും. യവൻ നല്ല പണിയെടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ? പറയും, നല്ല പണിയെടുക്കാമെങ്കിൽ എന്താ ചെയ്യാ? ഭാര്യയ്ക്ക് പൈസ കൊടുക്കും, മക്കൾക്ക് പൈസ കൊടുക്കും, പെങ്ങന്മാർക്ക് പൈസ കൊടുക്കും, വാപ്പാക്ക് കട്ടൻ ചായ കുടിക്കാൻ പൈസ കൊടുക്കും, ഒരു ചെറിയൊരു സദഖ ഉമ്മയുടെ കയ്യിലും കൊടുക്കും. ആണല്ലോ, യവൻ നല്ല അന്തസ്സോട് കൂടിയിട്ടല്ലേ അവിടെ നിൽക്കുക. അതേസമയം യവൻ മടിയനായി ജോലിയൊന്നും ചെയ്യാതെ ഏതെങ്കിലും കടത്തിണ്ണയിൽ കയറിയിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞ് അവസാനം യവൻ വീട്ടിലേക്ക് വരുമ്പോ ഈ ജോലി ഒന്നും ചെയ്യാതെ വീട്ടിലേക്ക് വന്ന് ഈ പറയുന്ന ആളുകൾ വന്ന് എല്ലാവരും അവന്റെ മുമ്പിൽ വന്നിട്ട് കൂലി ചോദിക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ വിഹിതം ചോദിക്കുമ്പോ യവന് ജോലി ചെയ്യാത്തവനാണെങ്കിൽ കൊടുക്കാൻ യവന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ യവൻ എങ്ങനാ നിൽക്കുന്നത്? നാണം കെട്ട് പരാജയപ്പെട്ട് വീട്ടുകാരുടെ കുടുംബത്തിന്റെ മുമ്പില് ഇളിഭ്യനായി യവൻ ഇങ്ങനെ നിൽക്കൂലേ? അതാണ് വൈകുന്നേര സമയത്തിന്റെ പ്രത്യേകത. അള്ളാഹു ആ സമയത്തെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മനുഷ്യ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് അള്ളാഹു തന്ന ആരോഗ്യം, നിനക്ക് അള്ളാഹു തന്ന സമയം, ആ സമയത്ത് നീ പണിയെടുത്ത് ഇബാദത്തെടുത്ത് നിസ്കരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ പടച്ചവന്റെ മുമ്പിൽ ചെല്ലുമ്പോ കണക്ക് ചോദിക്കുമ്പോൾ നിനക്ക് ധൈര്യമായിട്ട് അള്ളാന്റെ മുമ്പിൽ നിൽക്കാം. അതല്ല, ഇവിടെ നീ നിന്റെ സമയം നഷ്ടപ്പെടുത്തിയാൽ, സഹോദരങ്ങളെ, അമൂല്യമായ സമയം നീ നഷ്ടപ്പെടുത്തിയാൽ, ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കടമകളൊക്കെ നീ പാലിക്കാതിരുന്നാൽ, പൊന്നുമോനെ, നീ അള്ളാന്റെ മുമ്പിലെത്തുമ്പോ കണക്ക് ചോദിക്കുന്ന സമയമുണ്ടല്ലോ, ഓ സമയത്ത് നിനക്ക് കണക്ക് ചോദിക്കുമ്പോ ഒരൊറ്റ മറുപടി കൊടുക്കാൻ കഴിയാതെ നീ നാണം കെട്ടി ലഭ്യനായി പരാജയത്തിന്റെ പടുംകുടിയിലേക്ക് ആപതിച്ചു പോവുകയല്ലോ. അതാണ് അല്ലാഹു വൈകുന്നേര സമയത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് പറയുന്നത്. അസർ എന്ന് പറയുന്ന വഖത്തിനെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന് പരാജയത്തിലാണ് എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? വൈകുന്നേരമാണ് കൂലി കിട്ടുക. ആ കൂലി കിട്ടുന്ന സമയത്ത് അവന് തന്റെ പ്രിയപ്പെട്ട ആശ്രിതർക്ക് കൊടുക്കാൻ എന്തെങ്കിലും കൈവശമുണ്ടെങ്കിൽ അവന് നല്ല അന്തസ്സുള്ളവനാ, കൊടുക്കാനൊന്നുമില്ലെങ്കിലോ നാണം കെട്ടവനാ. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തരുന്ന കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, ആ ഇബാദത്തുകൾ നമ്മൾ ഹയാത്താക്കിയാൽ, പ്രിയപ്പെട്ടവരെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളൊക്കെ നമ്മളെ പോലെ സിരകളിലൂടെ ചുടുന്നു മുഴുകുന്നവരല്ലേ, നമ്മളെ പോലെ ഉറക്കമുള്ളവരല്ലേ, നമ്മളെ പോലെ ഭക്ഷണം കഴിക്കുന്നവരല്ലേ, നമ്മളെ പോലെ വെള്ളം കുടിക്കുന്നവരല്ലേ, നമ്മളെ പോലെ ജലപാനം നടത്തുന്നവരല്ലേ, നമ്മളെ പോലെ നിദ്രയിൽ ക്ഷയിക്കുന്നവരല്ലേ, നമ്മളെ പോലെ രാത്രിപ്പോടെ ഉറങ്ങുന്നവരല്ലേ, നമ്മളെ പോലെ ചോരയും നീരുമുള്ളവരല്ലേ. എന്തുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട്, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ഈ ആലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത്, അതിനോടടുത്തിരിക്കുന്ന തൊട്ടിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് പോലും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് മഹാനായ സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു
അൻഹുവിനെ പറ്റി പറയുന്നത് അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി സർവ്വത സമർപ്പിച്ചവരാ. അവര് സമയം നട്ടവരെ നഷ്ടപ്പെടുത്തിയവരല്ല, അവര് പരാജയത്തിന്റെ പടുകുഴി കണ്ടവരല്ല, അവര് വിജയത്തിന്റെ ഉന്നതമായ പേര് മുടക്കിയവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തന്ന ആയുസ് നഷ്ടപ്പെടുത്തി കളയല്ലേ, അല്ലാഹു നമുക്ക് തന്ന സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയല്ലേ. എന്നാൽ അല്ലാഹു പറയുകയാണ്, ആ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കാൻ സമയം വൃഥാവിലാക്കി കളയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വളരെ നഷ്ടത്തിലാ. കുറഞ്ഞ സമയമല്ലേ നമുക്കുള്ള സഹോദരങ്ങളെ, കുറഞ്ഞ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? വളരെ കുറഞ്ഞ സമയം. നമുക്ക് എത്ര സമയമുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ജൂത സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം ഉമ്മത്തിനെയും തമ്മിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഉദാഹരണം ശ്രദ്ധേയമാണ്, വളരെ ശ്രദ്ധേയമാണ്. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടില് കുറച്ച് പണിയുണ്ടായിരുന്നു. ആ പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയപ്പോ കുറെ അതിഥി തൊഴിലാളികൾ അവിടെ ഇരിപ്പുണ്ട്. ആ അതിഥി തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ അല്ലേ, പുതിയ ഒരു വാക്ക്. അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ആസാമികളോ ബീഹാരികളോ ബംഗാളികളോ അല്ലെ, അന്യ സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്നാ പറയുന്നത്. അതിൽ ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞിടാ, രാവിലെ മുതൽ ഉച്ച വരെ നീ പണിയെടുക്കണം, നിനക്ക് ഞാൻ 1000 രൂപ തരും. ശ്രദ്ധിച്ച് കേൾക്കണം, 1000 രൂപ നിനക്ക് ഞാൻ തരും, നീ രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുക്കണം. അവൻ സമ്മതിച്ചു. കാരണം വൈകുന്നേരം വരെ നിന്നാലാണ് എന്ത് കിട്ടുക? 1000 രൂപ കിട്ടുക. അവൻ ഉച്ചവരെ നിന്നാ മതി, 1000 രൂപ കിട്ടുകയല്ലേ, വളരെ സന്തോഷം. ഉച്ചയായപ്പോൾ അവന് 1000 രൂപ കൊടുത്തിട്ട് മുതലാളി വീട്ടിന്റെ മുറ്റത്ത് നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് നേരെ അങ്ങാടിയിൽ ചെന്നിട്ട് വേറൊരു പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വാ, എന്റെ വീട്ടിൽ കുറച്ച് പണിയുണ്ട്, അസർ വരെ നീ ചെയ്താൽ മതി, അസർ വരെ നീ ചെയ്യണം, ഉച്ചയ്ക്ക് മുതൽ ലോഹർ മുതൽ അസർ വരെ ചെയ്യണം, നിനക്ക് ഞാൻ 1000 രൂപ ശമ്പളം തരാം. അവന് വലിയ സന്തോഷമായി. കാരണം പണിയില്ലാതിരിക്കുകയായിരുന്നു. ഉണ്ടെങ്കിൽ 8 മണിക്ക് തുടങ്ങിയ വൈകുന്നേരം 4 മണി വരെ പണിയെടുത്താലാണ് പൈസ കിട്ടുക. ഇത് ഉച്ചയ്ക്ക് ശേഷം പണിയെടുക്കണം, വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയും ചെയ്യാം, റൂമിലേക്ക് പോവുകയും ചെയ്യാം. ആർത്തിയോടെ അയാൾ പണിക്ക് വന്നു. ഉച്ച മുതൽ അസർ ബാങ്ക് കേൾക്കുന്നവരെ പണിയെടുപ്പിച്ചു. 1000 രൂപ കൂലിയും കൊടുത്തു. അയാൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പിന്നാലെ മുതലാളി അങ്ങാടിയിൽ ചെന്നിട്ട് വേറൊരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാ, നീ മഗ്‌രിബിന് ബാങ്ക് കേൾക്കുന്നവരെ നീ ജോലി ചെയ്യ, എന്റെ വീട്ടില് മഗ്‌രിബ് വരെ നീ ജോലി ചെയ്യണം. ആ മഗ്‌രിബ് വരെ നീ ജോലി ചെയ്താൽ നിനക്ക് ഞാൻ തരുന്നത് 2000 രൂപയാണ്. 2000 രൂപ. അവന് വലിയ സന്തോഷമായി. ആ സമയത്ത് വളരെ കുറഞ്ഞ സമയം, സുബഹി മുതൽ ലൊഹർ വരെയും ലൊഹർ മുതൽ അസർ വരെയും 2 കൂട്ടുകാര് പണിയെടുത്തപ്പോ അവർക്ക് 1000 രൂപയെ കിട്ടിയുള്ളൂ. എന്നാൽ എനിക്ക് അസർ മുതൽ മഗ്‌രിബ് വരെ കുറഞ്ഞ സമയം, ആ കുറഞ്ഞ സമയത്ത് ഞാൻ എന്തെങ്കിലും ജോലി എടുത്താൽ എനിക്ക് കിട്ടുന്നത് 2000 രൂപ. അവർക്ക് 2 പേർക്ക് കിട്ടിയത് എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി അവൻ പണിയെടുക്കാൻ വേണ്ടി വന്നു. ചിന്തിച്ചു നോക്കൂ, അവൻ പണിയെടുത്ത് മഗ്‌രിബിന്റെ ബാങ്കായപ്പോ 2000 രൂപ അവന്റെ കയ്യിൽ മുതലാളി കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ആദ്യത്തെ 2 കൂട്ടുകാര് ബഹളം ഉണ്ടാക്കി. അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് സുബഹി മുതൽ ലൊഹർ വരെ ഞാൻ പണിയെടുത്തപ്പോ എനിക്ക് 1000 രൂപയാണ് നിങ്ങൾ തന്നത്. എന്നാൽ അടുത്തയാള് പറഞ്ഞു, ഞാൻ ലൊഹറിന് ബാങ്ക് കേട്ടത് മുതൽ അസർ ബാങ്ക് കേൾക്കുന്നത് വരെ പണിയെടുത്തപ്പോ നിങ്ങൾ എനിക്ക് തന്നത് 1000 രൂപയാണ്. ഇതൊന്നൊരു നീതിയാണ്. അസറിന്റെ ബാങ്ക് കേട്ടത് മുതൽ മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടത് വരെ നിങ്ങൾ അവനെ പണിയെടുപ്പിച്ചിട്ട് അവന് കൊടുത്തത് 2000 രൂപ, കുറഞ്ഞ സമയം കൂടുതൽ ശമ്പളം. അത് ശരിയല്ല. അപ്പൊ മുതലാളി ചോദിച്ചെന്താണെന്നറിയോ? ആദ്യത്തെ 2 പണിക്കാരോട്, എടോ നിങ്ങൾ ഞാൻ അവനെത്ര കൊടുത്തെന്ന് ചിന്തിക്കണ്ട, നിങ്ങൾക്ക് വല്ലതും ചുരുക്കിയോ? ഇല്ല. നിങ്ങൾക്ക് കുറച്ചോ? ഇല്ല. നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ തന്നില്ലേ? അതെ. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ കൊടുക്കുന്ന നിങ്ങൾ നോക്കണ്ട. ഇത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉപമിച്ച ഒരു ഉദാഹരണമാണ്. രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുത്തത്, അഥവാ ഒത്തിരി കാലം പണിയെടുത്തിട്ട് കുറഞ്ഞ പ്രതിഫലം കിട്ടിയത് ജൂതന്മാർക്ക്. വല്ലാത്ത നിയമമായിരുന്നു. എന്നാൽ ലൊഹർ മുതൽ അസർ വരെയുള്ള സമയം അവര് പണിയെടുത്തത് ക്രിസ്ത്യാനികളാണ്, ക്രൈസ്തവരാണ്. എന്നാൽ സഹോദരങ്ങളെ,
കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കൂലി ലഭിക്കുന്നതാർക്കാ? വരുമല്ലോ ജമാദുൽ ആഖിർ കഴിഞ്ഞാൽ പുണ്യ റജബ് വരികയാ. റജബ് വന്നാൽ പിന്നെ ശഅബാനിന്റെ നിലാവാ. ആ ശഅബാൻ നിലാവെന്ന് പറഞ്ഞു പോയാ ഇതാ കടന്നു വരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമേ വിശുദ്ധ റമളാൻ. ആ റമളാനിൽ ഒരു രാത്രിയുണ്ട്. ആ ഒരു രാത്രിയിൽ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിൽ കഴിയുന്ന ഒരാണിന് പെണ്ണിന് കിട്ടുന്നതെന്താ? ലൈലത്തുൻ മിനൽ ഖൈറും മിനൽ ഫിസ്ഹർ ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിനൽ ഫിസ്ഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരൊറ്റ രാത്രിയാണ് അല്ലാഹു നമുക്ക് തരുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ പ്രതിഫലത്തിന്റെ ഒരു വലിയ കൊടുമുടി കീഴടക്കാൻ അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ ജൂതന്മാര് പ്രശ്നമുണ്ടാകട്ടെ, ക്രിസ്ത്യാനികളെ പ്രശ്നമുണ്ടാക്കട്ടെ, അവർക്ക് അല്ലാഹു ഒന്ന് കുറച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അല്ലാഹു ഉമ്മത്ത് മുഹമ്മദിന് കൊടുത്തതെന്താ? അല്ലാഹു കുറഞ്ഞ സമയത്തിന്റെ ഉള്ളില് വലിയ പ്രതിഫലമാണ് ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു കൊടുത്തത്. ഇവ ചിന്തിക്കണേ എന്റെ തൊട്ടിക്കലിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ജൂതന്മാരുടെ സമയം ഏതാണ്? അത് സുബഹി മുതൽ ളുഹർ വരെയാണ്. അത് വലിയ മൂല്യമുള്ള സമയമല്ല. എന്നാൽ ക്രൈസ്തവരെ പരിചയപ്പെടുത്തിയ സമയം ഏതാണ്? അത് ളുഹർ മുതൽ അസ്ർ വരെയാണ്. അതും വലിയ മൂല്യമുള്ള സമയമല്ല. പക്ഷേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയ, അവിടുത്തെ അനുയായികളെ പരിചയപ്പെടുത്തിയ ആ സമയമേതെന്നറിയോ? അതാണ് സഹോദരങ്ങളെ അസറിന്റെ സമയം. ആ അസറിന്റെ സമയത്തിന്റെ പ്രത്യേകത അത്ര വലിപ്പമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. സ്വലാത്തുൽ വുസ്താ, മധ്യമായ നമസ്കാരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സുബഹിയും ളുഹറുമുണ്ട്, മറ്റൊരു ഭാഗത്ത് മഗ്രിബും ഇശായുമുണ്ട്. അതിന്റെ മധ്യഭാഗത്തുള്ള നിസ്കാരമേതാ? അസ്സലാത്തുൽ വുസ്താ. അതാണ് അസ്ർ നമസ്കാരം. ആ നമസ്കാരത്തിന്റെ സമയം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന് പരാജയത്തിലാണ്. ഉമ്മത്ത് മുഹമ്മദിന്റെ സമയം ഏതാ? അസ്ർ സമയം. ഇങ്ങോട്ട് കേട്ടെ, ഉറങ്ങുന്നവരൊക്കെ ഉണർന്നിരുന്ന് കേട്ടോളി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം ഏതാ? ഒന്ന് പറയും. സുബഹി എന്ത് പ്രത്യേകത? സുബഹിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ പണ്ടുള്ള ആളുകൾക്ക് സുബഹി ബുദ്ധിമുട്ടാ. ഇപ്പൊ ഒരു കുഴപ്പമില്ല സുബഹി നിസ്കരിക്കാൻ. എന്താണെന്നറിയോ? സുബഹി എന്ന് പറയുന്നത് രാവിലെ 3:30 മണിക്ക് ആളുകൾ അലാറം വെച്ച് എഴുന്നേക്കും. എന്തിനാണ്? നടക്കാൻ പോവാൻ. രാവിലെ 3:30 മണിക്ക് അലാറം വെച്ച് എഴുന്നേക്ക് നടക്കാൻ പോവാൻ. 4:30 മണിക്ക് അലാറം വെച്ച് എഴുന്നേക്ക് നടക്കാൻ പോവാൻ. കാരണം ഒരു തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ മുതലാളിയാണ്, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ വലിയൊരു ഓഫീസിൽ പോകേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അലാറം വെച്ച് എഴുന്നേറ്റുകൊണ്ട് അവന് നടക്കാൻ വേണ്ടി പോവാൻ. നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനിടയിൽ 2 റക്അത്ത് നിസ്കാരം വളരെ പ്രയാസമാണെന്ന് തോന്നുന്നില്ല, അല്ലേ ഉസ്താദെ? രാവിലെ സുബഹിക്കുമ്പോൾ എഴുന്നേക്കുന്നയാൾക്ക് സുബഹി വലിയ ത്യാഗമാണെന്ന് തോന്നുന്നില്ല. ഇനി നിങ്ങൾ നോക്ക് ളുഹറിന്റെ കഥ. ളുഹർ നിസ്കാരം, ആ ളുഹർ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാ? നമ്മൾ എന്തായിരുന്നാലും ഓഫീസിലാണെങ്കിൽ ലഞ്ച് ടൈം, ലഞ്ച് ബ്രേക്ക്, ഒരു ചെറിയ ഇടവേള നമുക്ക് കിട്ടും. 1 മണിക്കൂർ ഇല്ലേ? ഏത് തൊഴിലിനും 1 മണിക്കൂർ ഉച്ചയ്ക്ക് സമയം തരും. ആ സമയത്ത് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ, ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ആ സമയത്ത് ഒരു 4 റക്അത്ത് നിസ്കരിക്കുന്ന വലിയ ത്യാഗമാണെന്ന് തോന്നുന്നില്ല. ഇനി നിങ്ങൾ മഗ്രിബ് എടുക്കുക. അസ്റോടെ നിൽക്കട്ടെ, ചർച്ച ചെയ്യാം. മഗ്രിബ് ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് വരും. ഓഫീസ് അടച്ച് വീട്ടിലേക്ക് വരും. എല്ലാ പണിയും തീർന്ന് വീട്ടിലേക്ക് വന്ന് സന്ധ്യാസമയത്ത് നമ്മൾ ഒന്ന് ഫ്രഷായി, ഒന്ന് കുളിച്ച്, ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് മഗ്രിബ് ഒരു 3 റക്അത്ത് നിസ്കരിക്കാൻ വലിയ ത്യാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടക്കയിലേക്ക്, വിരിപ്പിലേക്ക് പോയി ഒന്ന് ഫ്രഷായി, ഒന്ന് കുളിച്ച് വൃത്തിയായി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വളരെ കൃത്യമായി താൻ ബെഡിലേക്ക് പോയി കിടക്കാൻ നേരത്ത് ഒരു 4 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടക്കുന്നത് വലിയൊരു ത്യാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനിടയിൽ പ്രയാസകരമായ ഒരു വഖ്ത് നിസ്കാരമുണ്ടെങ്കിൽ അത് അസ്ർ നിസ്കാരം മാത്രമേ ഉള്ളൂ.
ആ സമയത്താണ് ഓഫീസിൽ നിന്ന് ബൈക്ക് ഓടിച്ചിട്ട് തിരക്ക് പിടിച്ച നാഷണൽ ഹൈവേയിലൂടെ നീ യാത്ര ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും കൂടണയാനുള്ള നിന്റെ ധൃതിയുടെ ഇടയിൽ ഒരു പള്ളി കാണുമ്പോൾ അവിടെ വണ്ടി സൈഡ് ചെയ്തിട്ട് നിനക്ക് അവിടെ ഇറങ്ങി നിസ്കരിക്കാൻ നിന്റെ മനസ്സ് അനുവദിക്കണമെന്നില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും പണിയെടുത്തിട്ട് നിന്റെ ശരീരം വിയർത്തൊലിച്ച് നിന്റെ ശരീരം മുഴുവനും മണ്ണ് പുരണ്ടിരിക്കുമ്പോ നീ അസ്ർ നിസ്കാരം പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞിച്ച് മാറ്റിവെക്കുന്നു. എല്ലാവരും ഒഴിവാക്കുന്ന ഒരു നമസ്കാരം ഉണ്ടെങ്കിൽ അത് അസ്ർ നിസ്കാരമാണ്. ചിന്തിച്ചു നോക്ക്. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. സുബഹിക്ക് പണ്ടാണ്. ഇപ്പോ ആളുകളൊക്കെ സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേക്ക്. നമ്മളൊക്കെ വാള് കഴിഞ്ഞ് രാത്രിയൊക്കെ വരുമ്പോ 3:30 മണിക്ക് 4 മണിക്കും ഒക്കെ ഹൈവേയിലൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കും. അവർക്കൊന്നും ഒരു ഉറക്കത്തിന്റെ പ്രശ്നമല്ല. കാരണം ഒരുപാട് നാൾ ഉറങ്ങണമെങ്കിൽ കുറച്ച് ഉറക്കം കുറച്ചാലേ മതിയാവൂ എന്നവർക്ക് ബോധ്യപ്പെട്ടു. കാരണം കൊഴുപ്പെല്ലാം കൂടെ അടിഞ്ഞുകൂടിയിട്ട് അവർക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. കൊളസ്ട്രോൾ കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നടന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒടുക്കത്തൊരു ഉറക്കം താൻ ഉറങ്ങിപ്പോകുമെന്ന് ഭയന്നുകൊണ്ട് ഉറക്കത്തിന്റെ ടൈം വെട്ടിക്കുറച്ച് അവർ നടക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയം സുബഹിയും മറ്റുള്ള വഖത്തുകളൊന്നും ആർക്കും ഒരു ഭീകരമായി അല്ലെങ്കിൽ വലിയ ഒരു വ്യാപ്തിയുള്ളതായി ഒരു വലിയ ഉത്തരവാദിത്വമായി തോന്നില്ല. പക്ഷേ അസ്ർ നിസ്കാരം ഒരു ജോലിയില്ലാതെ വീട്ടിൽ കിടക്കുന്നവനെ നിങ്ങൾ നോക്ക്. ഒരു ജോലിയില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഈ പെരുമ്പാമ്പി ഇര വിഴുങ്ങും പോലെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ എണീക്കുന്നത് 5:30-6 മണിക്കായി എഴുന്നേൽക്കുക. ക്ഷീണം കൊണ്ട്, തിന്നതിന്റെ ക്ഷീണം കൊണ്ട് എഴുന്നേൽക്കുന്നത് അപ്പോഴാ. ആ സമയത്ത് അസറിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അസർ നിസ്കാരം നമ്മൾ മടിയന്മാരായി അലസന്മാരായി നമ്മൾ ഒഴിവാക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നരകത്തിന്റെ ചൂട്, നരകത്തിന്റെ തീ അവരുടെ വീടുകളിലും അവരുടെ ഖബറുകളിലും നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ നമസ്കാരം നഷ്ടപ്പെടുത്തിയ തന്റെ പന്തയ കുതിരകളെ അറുത്തു ദാനം ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മത്ത് മുഹമ്മദിന്റെ സമയം അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ അസറിന്റെ സമയമാണ് എങ്കിൽ ഇനിയും നിങ്ങൾക്കറിയണോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാ. ഏത് കാലത്തിലാ നമ്മൾ ജീവിച്ചിരിക്കുന്നത്, ഏത് സമൂഹത്തിലാ നമ്മൾ ജീവിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ അധർമ്മത്തിന്റെ വക്താക്കളുള്ള, അസത്യത്തിന്റെ വക്താക്കളുള്ള, ഒരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. എവിടെ പോയാലും അന്ധകാരമാണ്, എവിടെ പോയാലും അനാശാസ്യമാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന വാർത്തകൾ എത്രത്തോളം നമ്മളെ ഭീതിയിലാഴ്ത്തുന്നതാ. സഹോദരങ്ങളെ, സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന കാമകശ്മലന്മാര്, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്ന മക്കള്, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന തെമ്മാടികൾ, സ്വന്തം ഭർത്താവിന്റെ കഴുപ്പറിച്ചു മുറിച്ചിട്ട് മറ്റുള്ളവരോടൊപ്പം കാമം തീർക്കാൻ വേണ്ടി ഓടി ഒളിക്കുന്നവള്, ഇങ്ങനെയുള്ള മാനംകെട്ട സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴത്തോളം പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിച്ചു ദുആ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ഈ അധർമ്മത്തിൽ നിന്ന്, ഈ മോശമായ സ്വഭാവ വൈകൃതത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ഒരൊറ്റ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു പെണ്ണ് കടന്നു വരികയാ. മദീനയുടെ ഏതോ ഒരു പ്രാന്ത പ്രദേശത്ത് നിന്ന് ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് കടന്നു വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാ ഞാൻ ഇവിടെ വന്നതെന്നറിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ നിനക്ക് പറയാനുള്ളത് പറയൂ. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞതെന്തെന്നറിയോ? തൊട്ടിക്കല്ലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞ ആ പെണ്ണ് ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും ഇന്ന് കാലഘട്ടത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കുമ്പോ, വർത്തമാനകാല സാഹചര്യത്തിന്റെ ഓരോ സ്പന്ദനങ്ങളെ തൊട്ടറിയുമ്പോ നമുക്കിന്ന് വലിയ ഒരു ഭീകരമായ കാര്യമാണെന്ന് തോന്നാറില്ല. എന്താണ് സംഭവിച്ചതെന്നറിയോ? ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന സൗജി ഗാബ അന്നി, എന്റെ ഭർത്താവ് നാട്ടിലില്ല റസൂലേ, എന്റെ ഭർത്താവ് നാട്ടിലില്ല റസൂലേ. ഏറ്റവും വലിയ ചതിയല്ലേ പ്രിയപ്പെട്ട സഹോദരിമാരെ? സ്വന്തം ഭർത്താവ് കടൽ കടന്ന് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ, അറബിയുടെ ബാത്റൂമിന്റെ ക്ലോസറ്റ് നിന്റെ ഭർത്താവ് കഴുകുമ്പോ, അറബിയുടെ വീട്ടിന്റെ അടുക്കള പണി നിന്റെ ഭർത്താവ് ചെയ്യുമ്പോ, അവിടെ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൾ നിനക്ക് വേണ്ടി അയച്ചു തരുമ്പോ, അതെല്ലാം തിന്ന് നീ ദഹിച്ച് നിന്റെ ശരീരത്തിലെ മാംസളമായ ശരീരഭാഗങ്ങൾ വരുമ്പോ, അതിന്റെ രക്തം ഇങ്ങനെ സിരകളിലൂടെ കുതിച്ചു പായുമ്പോ, കണ്ണിക്കണ്ടവന്റെ കൂടെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട്, കണ്ണിക്കണ്ടവന്റെ കൈ
പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന നാണം കെട്ട പെണ്ണേ, നിന്റെ ഭർത്താവ് എവിടെയാണ്? അങ്ങ് വിദേശ രാജ്യത്ത് പണിയെടുക്കുകയാ നിനക്ക് വേണ്ടി, പൊന്നുമക്കൾക്ക് വേണ്ടി. ഏത് നന്ദികേടും അല്ലാഹു ഒരു പക്ഷേ സഹിച്ചെന്ന് ഒരു ഏറ്റവും വലിയ നന്ദികേടേതാ? നരകം കണ്ട് കടന്നു വന്നപ്പോ റസൂലുള്ള പറഞ്ഞത് നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാ. എന്തുകൊണ്ടാ റസൂലേ? അവര് യക്ഫുറുനൽ അശീർ, ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നവരാ. ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾ അവർ വിവാഹിതകളായ സ്ത്രീകളാ, അവർ അവിവാഹിതകളല്ല. കാരണം വിവാഹിതകളാകുന്ന സ്ത്രീകൾക്കാണല്ലോ ഭർത്താക്കന്മാരുണ്ടാവുക. ഭർത്താവിനെ അനുസരിക്കാതെ നന്ദികേട് കാണിച്ചതിന്റെ പേരിലാണ് അവൾക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്നത് എന്ന് പഠിപ്പിക്കുമ്പോ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ വിവാഹിതകളായ സ്ത്രീകളാ. ആ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവരാ. എന്നാൽ ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നത് എന്തെന്നറിയോ? ഇന്ന സൗജി ഖദ് ഗാബ അന്നീ, നബിയേ എന്റെ ഭർത്താവ് അങ്ങ് വിദേശത്താ, എന്റെ ഭർത്താവ് നാട്ടിലില്ല. എന്താ സംഭവിച്ചത് പറ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു സനയിത്തു യാ ഹബീബല്ലാഹ്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞാനങ്ങ് വ്യഭിചരിച്ചു പോയി നബിയേ. എന്നിട്ടോ ഫജാഅനി വലദും മിനസ് സിനാ, ആ വ്യഭിചാരത്തിൽ ഞാൻ പ്രഗ്നന്റ് ആയി നബിയേ. ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. ആ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചപ്പോ ഫഅൽഖൈതു വലദാ ഫീ ദുന്നി മിനൽ ഖില്ലി ഹത്താ മാതാ. ആ പെണ്ണ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു നബിയേ, ആ കുഞ്ഞിനെ ഞാൻ സുർക്കയിലിട്ട് കൊന്നുകളഞ്ഞു, ഞാൻ അച്ചാറിട്ട് കളഞ്ഞു, ഞാൻ അതിനെ അറുത്ത് കറി വെച്ചു നബിയേ. ഞാൻ വ്യഭിചരിക്കുക മാത്രമല്ല, ആ വ്യഭിചാരത്തിലുണ്ടായ കുഞ്ഞിനെ ഞാൻ കൊന്നിട്ട് കറി വെച്ചു നബിയേ. എന്നിട്ട് ആ കറി ഞാൻ വിറ്റു റസൂലേ. ഫഹല്ലി മിൻ തൗബ, എനിക്ക് പശ്ചാത്താപമുണ്ടോ റസൂലേ? എനിക്ക് പശ്ചാത്താപമുണ്ടോ നബിയേ? എനിക്കല്ല പുറത്തു തരുവോ? ഞാൻ ചെയ്ത പാപങ്ങൾ ഇങ്ങനെയാണ്. എന്റെ ഭർത്താവില്ലാത്തപ്പം ഭർത്താവിനെ വഞ്ചിച്ചു. ആ വഞ്ചനയിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ഞാൻ കൊന്നു, എന്നിട്ടതിനെ കറി വെച്ചു. ഞാനതിനെ ആ കുഞ്ഞിനെ കറി വെച്ച് സുർക്കയാക്കിയിട്ട് അതിനെ ഞാൻ അച്ചാറാക്കിയിട്ട് അതിനെ ഞാൻ മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്തു റസൂലേ. ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വരികയാ. തഫ്സീർ റാസിയിൽ കാണാം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞതെന്തെന്നറിയോ? മോളെ, അമ്മസിനാ, വ്യഭിചാരത്തിന് നിനക്ക് തരേണ്ട ശിക്ഷ എന്തെന്നറിയോ? ഫഅലൈക റജ്മു, നിന്നെ എറിഞ്ഞു കൊല്ലലാ വേണ്ടത്. വ്യഭിചാരത്തിന് നിന്നെ എറിഞ്ഞു കൊല്ലണം. പിന്നെയോ അമ്മ ഖത്ലുൽ വലദ്, കുഞ്ഞിനെ കൊന്നു കളഞ്ഞതിന് എന്താ ചെയ്യേണ്ടത്? അത് എന്നെ കൊണ്ട് കഴിയില്ല. ഫജസാഉഹു ജഹന്നം, അതിന് നീ നരകത്തിൽ കിടന്നേ മതിയാവൂ. നിനക്ക് നരകമാണ് അതിനുള്ള ശിക്ഷ. അമ്മാ ബൈഉൽ ഖില്, നീ കറി വെച്ച് വിറ്റ ആ കച്ചവടമുണ്ടല്ലോ, കുഞ്ഞിനെ കൊന്നിട്ട് പാകം ചെയ്തിട്ട് കറി വിറ്റ ആ അവസ്ഥയുണ്ടല്ലോ, അതെന്താണ്? ഏറ്റവും വലിയ പാപം, ഏറ്റവും ഭീകരമായ പാപം നീ ചെയ്തിരിക്കുന്നു പെണ്ണേ. ഏറ്റവും വലിയ പാപമാണ് നീ ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ പാപമാണ് നീ ചെയ്തിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ടല്ലാതെ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? തൊട്ടിക്കല്ലിൽ എന്നെ കേൾക്കുന്ന ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ അടിവരയിടണം. എന്താ റസൂല് പറഞ്ഞതെന്നറിയോ? ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണേ, വ്യഭിചരിച്ച പെണ്ണേ, അതിൽ കുഞ്ഞുണ്ടാകുമ്പോ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ പെണ്ണേ, അതിനെ പാകം ചെയ്ത് കച്ചവടം നടത്തിയ പെണ്ണേ, നീ ഇതൊക്കെ ചെയ്തത് എന്തുകൊണ്ടെന്നറിയോ? ലനന്തു, എന്റെ ഭാവന, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കരുതുന്നത്, അന്നക്ക് തറക്കി സലാത്തൽ അസ്രി, നീ അസ്ർ നിസ്കരിക്കാത്തവളെന്നാ തോന്നുന്നത്.
നീ അസർ നിസ്കരിക്കാത്ത പെണ്ണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അസർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ഇതുപോലുള്ള തിന്മകളെ ചെയ്യാൻ പറ്റൂല. കാരണം അസർ എന്ന സമയം ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു തന്നതാ. അല്ലാഹുവിന്റെ റസൂൽ അത് നഷ്ടപ്പെടുത്തി ഇവർക്കെതിരെ ദുആ ചെയ്തതാ. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം അത് നഷ്ടപ്പെടുത്തിയ തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വേത്തരം കുതിരകളെ അറുത്തിട്ടതിന്റെ മാംസം ദാനം ചെയ്തതാ. ഈ സമുദായത്തിന് അല്ലാഹു തന്ന സമയം അസറിന്റെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, അസർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവര് അവര് കള്ളിന്റെ പിന്നാലെ പോകൂല, കഞ്ചാവിന്റെ പിന്നാലെ പോകൂല. ചെറുപ്പക്കാരാ, നീ മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടെന്നറിയോ? കുഞ്ഞുമോനെ, നിന്റെ ജുമഅത്ത് പള്ളിയിൽ കൃത്യമായി അല്ലെങ്കിൽ തൈക്കാവില് നമസ്കാര പള്ളിയിൽ നീ അസർ മുടങ്ങാതെ നിസ്കരിച്ചു നോക്ക്. ഒരു തിന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. നീ അത്രത്തോളം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാകും. എന്തുകൊണ്ട്? അസർ എന്ന് പറയുന്ന വഖത്ത് അത്രയും മഹത്വമുള്ളതാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്നം തേടി അവൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ രണ്ട് കോണുകൾ ചേർത്ത് വെക്കാൻ വേണ്ടി പെടാ പാടുപെടുമ്പോൾ ആ സമയത്താണ് കൂലി ലഭിക്കുന്നത്. ആ സമയത്ത് കിട്ടുന്ന കൂലി കൊണ്ട് തന്റെ കുടുംബത്തിന് ഏറ്റവും ഉദാത്ത ഉത്കൃഷ്ടമായ ഉന്നതമായ നിലയിൽ അവർക്ക് വേണ്ടത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമ്പോൾ അന്തസ്സോടെ നിൽക്കാൻ കഴിയുമോ? അതെല്ലാം നീ കളിച്ച് രസിച്ച് ചിരിച്ച് മടിയനായി അലസനായി നീ നടന്നാൽ ആ സമയത്ത് നിനക്ക് കൂലി ലഭ്യമല്ല. നിന്റെ പ്രിയപ്പെട്ട കുടുംബം നിന്റെ ഓരോ കാര്യങ്ങൾ നിന്നോട് ചോദിച്ചിട്ട് നീ അവരുടെ മുമ്പിൽ നാണം കെട്ടുപോകും. അതെ, അസ്ർ നമസ്കാരത്തിന്റെ സമയം തന്നെയാണ് സത്യം. മനുഷ്യൻ പരാജയത്തിലാണ്. അള്ളാഹു നമ്മളെ ആ വലിയ പരാജിതരുടെ കൂട്ടത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ആ സമയത്തിന്റെ പ്രത്യേകത. ഇനി ആരെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ കുറെ ആളുകളുണ്ട്. എല്ലാം നമുക്ക് പറയാനുള്ള സമയമില്ല. ചില കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ജീവിതത്തിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി, ജീവിതത്തിൽ നമുക്ക് ഒരു തിരിച്ചുവരവുണ്ടാകാൻ വേണ്ടിയിട്ട് ദാ വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നു 4ാം തരംഗം. 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4ാമത്തെ തരംഗം വരാൻ പോകുന്നു. അപ്പൊ ചൈനയിൽ നിന്ന് കുറെ ആളുകൾ പറയുന്നു അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. വീണ്ടും മാസ്ക് നിയമമാക്കാൻ പോകുന്നു എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏത് ശരി, ഏത് തെറ്റ്, ഏത് സത്യം, ഏത് മിഥ്യ, ഇതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അറിയാൻ നമുക്ക് തിരിച്ചറിയാനുള്ള ഏത് അളവുകോല് കൊണ്ട് പരിശോധിച്ചാലും അതിലൊക്കെ കള്ളത്തരങ്ങൾ കടന്നുകൂടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വീണ്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട്, വീണ്ടും ജനങ്ങളെ തെരുവിലിറക്കാതെ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ വഴിയും മുട്ടിച്ച്, അവരുടെ ജീവിതത്തിന്റെ ഭാവിയെ എല്ലാ നിലയിലും പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നറിയാതെ അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തപ്പെടുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോഴാണ് ചൈനയിൽ നിന്ന് പറയുന്നു, ഇനി 4ാം ദുരന്തത്തിൽ വരാൻ പോകുന്ന മരിക്കുന്നവരുടെ എണ്ണം 27 ലക്ഷം. എത്ര? 27 ലക്ഷം. എത്ര ആളുകൾ മരിക്കുമെന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇത്ര ആളുകൾ മരിക്കുമെന്ന് പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മുടെ വിഷയമതല്ല. പക്ഷെ ഒന്ന് നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ ഖുർആൻ പരാജയപ്പെട്ടവരാണ് എന്ന് പരാമർശിച്ച, പരാജയത്തിലാണ് എന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞ കുറച്ച് വിഭാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെട്ടുപോയാൽ ഈ ദിവസത്തിന്റെ പോരിശ കൊണ്ട്, ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഈ സദസ്സിൽ ഇതുപോലുള്ള വേദികൾ അങ്ങനെ ഒരു ഗുണമുള്ള വേദിയാണ്. അങ്ങനെയുള്ള വേദികൾ, ഇങ്ങനെയുള്ള മഹത്തായ സദസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ ദുആക്ക് ഇജാബത്തുള്ള വേദികളാണ്. നമുക്ക് വഅള് കേൾക്കുന്നതിനപ്പുറത്ത് അവസാനം നമ്മൾ ദുആ ചെയ്ത് പിരിയുമ്പോ
ആ ദുആയിൽ വിശ്വാസികൾ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുന്ന നാടിനും സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായ അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയിട്ട് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. കാരണം ഇനിയും ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ആരുടെ കയ്യിലും പൈസയില്ല. എല്ലാവരും ജീവിതത്തിന്റെ വല്ലാത്തൊരവസ്ഥയില് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരിക്കൽ കൂടി പൂട്ടപ്പെട്ടാൽ എന്നോ പൂട്ടിയതിന്റെ ഒക്കെ ആ ഒരു മോചനം കച്ചവടക്കാരായിരുന്നാലും വലിയ വലിയ ആളുകളൊക്കെ അതിൽ നിന്നൊക്കെ മോചിച്ച് ഇങ്ങനെ ഒന്ന് ലെവലായി ഒന്നുകൂടി സടകുടഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ഒരു സമയത്ത് വീണ്ടും പൂട്ടപ്പെട്ടേണ്ടി വന്നാൽ വളരെ ദുരന്തമാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ചില പള്ളികൾ പൂട്ടാൻ വേണ്ടി അത് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പള്ളി പൂട്ടിക്കാൻ അല്ലെങ്കിൽ പള്ളി പൂട്ടിയിടാൻ ഇത്രയും ആവേശത്തോടെ നിൽക്കുന്നത് നമ്മൾ ഇത്രയും ആവേശം പള്ളി പൂട്ടാൻ കാരണം പള്ളിയിലാണ് കൂടുതൽ കോവിഡ് വരുന്നതെന്നാണ് പലരുടെയും ധാരണ അല്ലെ. എവിടെ പൂട്ടാൻ പറഞ്ഞാലും ആദ്യം പൂട്ടുന്നത് പള്ളിയായിരിക്കും. കാരണം എന്താ? ശമ്പളം കൊടുക്കണ്ടല്ലോ മൊയ്ലിയാർക്ക്, ശമ്പളം കൊടുക്കണ്ട. അപ്പൊ അത് വലിയൊരു ബാധ്യതയായിട്ട് മാറൂല. മാത്രമല്ല ആളുകൾ കൂടുതൽ പള്ളി സങ്കടങ്ങൾ വരുമ്പോ പോകാനുള്ള ഇടമാണ് സഹോദരങ്ങളെ പള്ളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ ആ സെക്കൻഡിൽ ഓടി പള്ളിയിൽ പോകുമായിരുന്നു. ഇന്ന് നമുക്കൊരു ദുരന്തം ഉണ്ടായാൽ പള്ളിയിൽ പോകാൻ പള്ളി 2 3 പൂട്ടിയിരിക്കാൻ പള്ളി പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം വല്ലാത്തൊരു സങ്കീർണതയുള്ള കാലമാണ്. ആ കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കിയിട്ട് അള്ളാഹു ഖുർആനിലൂടെ പരാജയപ്പെട്ടു പോയവരെന്ന് പറഞ്ഞ ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ചേരാതിരിക്കുക. ആരാണത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. സൂറത്തുൽ ഹജ്ജ് എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുകയാണ് പരാജയപ്പെട്ടു പോയവർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ മർമ്മത്തിൽ പിടിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാ. കാലം തന്നെയാണ് സത്യം, അതേ അസറെന്ന വഖത്ത് തന്നെയാണ് സത്യം. ഉമ്മത്ത് മുഹമ്മദിന് കൊടുത്ത സമയമാണത്. ആ സമയം മഹത്വമുള്ള സമയമാണ്. ആ സമയത്താണ് കൂലി കൊടുക്കാൻ ആളുകൾ വരുന്നത്. അവന്റെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളുടെ സായാഹ്നത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസറ ദുനിയാ വൽ ആഖിറ ذلك هو الخسران المبين. സഹോദരങ്ങളെ, ഈ വിഭാഗത്തിൽ നമ്മൾ ആരോ പെട്ടുപോകാൻ പാടില്ല. ഈ വിഭാഗത്തിന്റെ ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 11-ാമത്തെ ആയത്തോട് വിട്ട് പറയുകയാ, വമിനന്നാസി, ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? ഒരുപക്ഷേ സഹോദരിമാരൊക്കെ ഈ വിഭാഗത്തിൽ പെട്ടുപോയേക്കാ. എല്ലാ ആളുകളുമല്ല, ചില ആളുകൾ. അവരെങ്ങനെയാണ് അല്ലാഹുവിനെ ആരാധിക്കുന്നത്? യഅ്ബുദുല്ലാഹ അലാ ഹർഫി, ഒരു കരയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുകയാ എന്ന് പറഞ്ഞാൽ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് ആരാധിക്കുകയാ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ. അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാ. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയോ? അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോ, അല്ലാഹു സന്തോഷം അവര് കൊടുക്കുമ്പോ, അല്ലാഹു പണം കൊടുക്കുമ്പോ, അല്ലാഹു ഏത് സമയത്തും ആരോഗ്യമുള്ള മക്കളെ കൊടുക്കുമ്പോ, അവന്റെ ഭാര്യയ്ക്ക് നല്ല തൊഴിൽ കൊടുക്കുമ്പോ, അവന് എവിടെ പോയാലും നല്ല ശമ്പളമുള്ള ജോലി കിട്ടുമ്പോ, അല്ലാഹു പറയുന്നു ഇത്മഅന്ന ബിഹി, അതിലവന് സമാധാനം കണ്ടെത്തിയിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നവരാ. അവന് വലിയ സന്തോഷമാണ്. എന്നാൽ നേരെ മറിച്ച് വഇന്ന സാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി
അല്ലാഹു എന്തെങ്കിലും ഒരു ഫിത്ന അവന് കൊടുത്താൽ, ഏതെങ്കിലും നിലയിൽ അവന് ശാരീരികമായ രോഗങ്ങളല്ല കൊടുത്താൽ, മാനസികമായ വ്യഥകൾ അല്ലാഹു കൊടുത്താൽ, അല്ലാഹു ഏതെങ്കിലും പ്രയാസങ്ങൾ അവന് കൊടുത്തുപോയാ അല്ല പറയുകയാണ്, ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ പിന്നെ അല്ലാഹനെ നോക്കൂല, മുഖം തിരിഞ്ഞു കളയുകയാ. പടച്ചവനെ, നീ എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് മാത്രം എന്തേ ഇങ്ങനത്തെ പരീക്ഷണം? എന്നെ മാത്രം എന്തിനാണ് നീ ഇങ്ങനെ ശിക്ഷിക്കുന്നതല്ല? ഏറ്റവും കൂടുതൽ എന്റെ നാട്ടിൽ നിസ്കരിക്കുന്നത് ഞാനാണല്ലോ, എന്റെ മക്കളെപ്പോഴും പള്ളിയിലല്ലേ പടച്ചവരെ, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതല്ല? ഈ ഒരു ചിന്തയോട് ഒരു അരികു പറ്റി അല്ലാഹനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. അല്ല പറയുകയാണ്, അങ്ങനത്തെ വിഭാഗം ആളുകൾ അവരുടെ ദുനിയാവും ആഖിറവും നഷ്ടത്തിലാണ്, അവരുടെ ദുനിയാവും ആഖിറവും പരാജയത്തിലാ. അതാണ് ശക്തമായ വ്യക്തമായ പരാജയമെന്ന് ഖുർആൻ. സന്തോഷം കിട്ടുമ്പോ തുള്ളിച്ചാടി നടക്കും. ഓ, എന്റെ അള്ള തന്നതാ, എന്റെ പടച്ചവൻ അങ്ങനെ, ആ അള്ളാഹു അങ്ങനാടാ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അള്ളാഹ് എന്നല്ല മധുഹും പറഞ്ഞ് നടക്കും. അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുക്കട്ടെ, എന്തെങ്കിലും ഒരു വിപത്ത് കൊടുക്കട്ടെ, ഒരു രോഗം കൊടുക്കട്ടെ, ഒരു പ്രയാസം കൊടുക്കട്ടെ. ആ സമയത്ത് അവൻ പറയുന്നത്, അള്ളാഹു എന്നോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അള്ളാഹു എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിക്കുന്നത്? അള്ളാഹു എന്തിനാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്? 5 നേരം നിസ്കരിക്കുന്നവനാ ഞാൻ എപ്പോഴും ഖുർആൻ ഓതുന്നവനാ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വെറും അള്ളാഹുവിനോട് ഏറ്റവും വലിയ നിരാശയുടെ കടുത്ത ധിക്കാരത്തിന്റെ വാക്കുകൾ പറയുന്ന മനുഷ്യരുണ്ട്. ഇവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ഖസിറദ് ദുനിയ വൽ ആഖിറ, ദുനിയാവും പോയി ആഖിറവും പോയി. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവും പോയി ആഖിറവും പോയി. നമുക്ക് ഏത് അനുഗ്രഹങ്ങൾ വന്നാലും അൽഹംദുലില്ലാ. ഇനി അനുഗ്രഹങ്ങൾ മാറി അള്ളാഹു എന്തെങ്കിലും ഒരു ദുരിതം നമുക്ക് തന്നാലോ അൽഹംദുലില്ലാ. അതാണ് അല്ലദീന യഹ്മിദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ, സന്തോഷത്തിലും സന്താപത്തിലും അല്ലാഹനെ സ്തുതിക്കുന്നവർ, സുഖത്തിലും ദുഃഖത്തിലും അല്ലാഹനെ സ്തുതിക്കുന്നവർ. അങ്ങനെയാകണം പ്രിയപ്പെട്ട സഹോദരിമാരെ. സന്തോഷം വരുമ്പോ, ആനന്ദം വരുമ്പോൾ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നമുക്ക് കിട്ടുമ്പോൾ ആ സമയത്ത് നമ്മൾ ആഹ്ലാദിച്ച് അറുമാദിച്ച് നടക്കുന്നവരാണ്. പക്ഷെ അല്ലാഹു ഒരു ദുഃഖം തന്നാ നമ്മൾ പടച്ചവനിലേക്ക് നോക്കാതെ തിരിഞ്ഞു നടക്കുന്നവരാ. പാടില്ല, അവൻ പരാജയത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ചരിത്രങ്ങൾ സാക്ഷിയാണ് നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങൾ സാക്ഷിയാണ്. അള്ളാഹു എന്തെങ്കിലും വലിയ അനുഗ്രഹങ്ങളൊക്കെ നല്ലതൊക്കെ കൊടുക്കുമ്പോ അവർക്ക് വലിയ സന്തോഷമാണ്, വലിയ റാഹത്തിലാണ്. പരീക്ഷണങ്ങൾ അള്ളാഹു താല തരുന്നത് ഒരിക്കലും അള്ളാഹുവിന് നമ്മോട് ഇഷ്ടക്കേടുള്ളത് കൊണ്ടല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്കാണ് പരീക്ഷണങ്ങൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ മാരകമായ പരീക്ഷണങ്ങൾ നേരിട്ടത് അൽ അംബിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അംബിയാക്കളാണ് സഹാബ. അവരാണ് ചോദിച്ചത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് ആരാണ്? അംബിയാക്കളാണ്. പിന്നെ ഫൽ അംസൽ, അവരെ പോലുള്ളവർ. പിന്നെയോ ഫൽ അംസൽ, അവരെ പോലുള്ളവർ. പിന്നെയോ സുമ്മൽ അംസൽ, അതിനുശേഷം അവരെ പോലുള്ളവർ. എന്ന് പറഞ്ഞാൽ ഈമാന്റെയും തഖ്വയുടെയും മാനദണ്ഡത്തിൽ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ പരീക്ഷണം ലഭിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്നവരായിരിക്കും.